നമ്മുടെ ശരീരം അനേകം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കോശങ്ങളെല്ലാം ഒരുപാട് മെമ്മറി സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീര മനസ്സുകളുടെ സൗഖ്യം എന്ന് പറയുന്നത് ആധുനിക വൈദിക ശാസ്ത്രം പലപ്പോഴും ചില കെമിക്കലുകളുടെ കുറവാണ് എന്ന് വിചാരിച്ച് ഗുളികയും ഒക്കെ തന്ന് നമ്മളെ സുഖപ്പെടുത്താറുണ്ട്. എന്നാൽ ശരീര മനസ്സുകളുടെ സൗഖ്യമാണ് യഥാർത്ഥത്തിലുള്ള ആരോഗ്യം. അത് ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ കാഴ്ചകളും കേൾവികളും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് കേവലം ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം പ്രാപിക്കുമ്പോൾ അതിൽ അഭിഷേകം ചെയ്യപ്പെടുന്നവർ മാത്രമല്ല, അതിൽ പങ്കാളികളാവുന്ന എല്ലാവർക്കും സൗഖ്യവും അനുഗ്രഹവും ലഭിക്കത്തക്കവണ്ണം നമ്മുടെ കാഴ്ചകളെയും കേൾവികളെയും എല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇന്ന് പാതി നോയമ്പാണ്. ദേവാലയത്തിൻ്റെ മധ്യത്തിൽ വിശുദ്ധ സ്ലീബ സ്ഥാപിച്ചു. ഏദൻ തോട്ടത്തിൽ വൃക്ഷത്തിൻ്റെ മുകളിലിരുന്ന സർപ്പം താഴെ നിന്ന ഹവ്വായെ പ്രലോഭിപ്പിച്ച് പാപത്തിൽ വീണ് തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ സ്ഥിതി നഷ്ടപ്പെട്ടപ്പോൾ അവനെ വീണ്ടെടുക്കുവാനായി അതേ മരത്തിന് മുകളിൽ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അതിൽ പരമയാഗം അർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയമാണ് ഈ വലിയ നൊയമ്പിൻ്റെ കാലഘട്ടം. അവിടെ കുരിശിന്മേൽ കർത്താവും താഴെ മാതാവും സഭയുടെ സാന്നിധ്യമായി യോഹന്നാന് നിൽക്കും. ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ അഗ്നിസർപ്പത്തിൻ്റെ കടിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചതുപോലെ നമ്മുടെ കാഴ്ചകൾ, കേൾവികൾ നമ്മുടെ ശരീരത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബും ലാബാനും ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. പുള്ളിയും വരയുമുള്ള ആടുകൾ യാക്കോബിന് നൽകാമെന്ന് ലാബാൻ പറഞ്ഞപ്പോൾ ലാബാൻ വിചാരിച്ചു അത് വലിയൊരു ലാഭമാണ്, കാരണം പുള്ളിയും വരയുമുള്ളത് വളരെ റെയറാണ്. എന്നാൽ യാക്കോബ് അതിനേക്കാൾ ബുദ്ധിമാനായിരുന്നതുകൊണ്ട് പനമുന്നയുടെ കൊമ്പിൻ്റെ തോലുകൾ ഉരിച്ച് ആടുകൾ വെള്ളം കുടിക്കുവാൻ വരുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ ആ കൊമ്പുകൾ കാണുവാനും അങ്ങനെ ഉണ്ടായ ആടുകളിലെല്ലാം വരയും പുള്ളിയും ഉള്ളതായി കാണപ്പെട്ടു. ഇന്നത്തെ ആധുനിക ശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് എത്രയോ മുമ്പ് ഈ കാഴ്ചകൾക്കും കേൾവികൾക്കും ശരീരത്തെ എത്രമാത്രം സ്വാധീനിക്കുവാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാലും ദശേന്ദ്രിയങ്ങൾ അത് മുഴുവൻ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കാഴ്ചകളും കേൾവികളും നമ്മുടെ ഭക്ഷണവും നമ്മുടെ ചിന്തകളും അന്തരീന്ദ്രിയങ്ങളും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നതിനുള്ള ഒരു വലിയ ശുശ്രൂഷയാണ്. ആ നിലയിൽ ആന്തരികമായും ബാഹ്യമായും ഈ ശുദ്ധീകരണം പ്രാപിക്കുന്നു. പ്രത്യേകിച്ച് വലിയ നൊയമ്പിൽ പ്രധാനപ്പെട്ട പ്രമേയം തന്നെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു, സുഖപ്പെടുത്തുന്നു, പൂർണ്ണമാക്കുന്നു എന്നുള്ളതാണ്. ആയതുകൊണ്ട് ഈ മറ്റു പലരും സൗഖ്യദാന ശുശ്രൂഷകളെക്കുറിച്ചുള്ള വലിയ പ്രചരണമൊക്കെ നടത്തുമ്പോൾ ഈ ശുശ്രൂഷ നമുക്കുള്ളതാണ്. ഇത് മരിക്കുന്നതിന് മുമ്പ് നൽകുന്നതല്ല, ശരീരം മുഴുവനും ശുദ്ധീകരിക്കുന്നതും സൗഖ്യം പ്രാപിക്കുന്നതിനുള്ളൊരു വലിയ നൽവരമാണ്. ഇത്രയും വൈദികരുടെ സാന്നിധ്യം, ദൈവജനത്തിൻ്റെ സാന്നിധ്യം ഇത് നടപ്പാക്കുവാൻ തക്കവണ്ണം ഈ ഇടവക മനസ്സ് കാണിച്ചതിൽ അവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. വൈദികർ ഇതിന് നേതൃത്വം നൽകുമ്പോൾ 10 മുദ്രണമാണ് പ്രത്യേകമായി നിർവഹിക്കുന്നത്. ആദ്യത്തേത് ഒരു പ്രാർത്ഥന, നെറ്റി, നെഞ്ച്, കാൽമുട്ടുകൾ. 2 അവയവങ്ങളുണ്ടെങ്കിൽ വലത്ത് ഭാഗത്ത് 2 കുരിശും ഇടത്ത് 1 കുരിശുമായിരിക്കും വരയ്ക്കേണ്ടത്. അതിനുശേഷം കണ്ണ്, മൂക്ക്, അധരങ്ങൾ, ചെവി, കൈക്, കാല്, അതുപോലെ തന്നെ ആന്തരേന്ദ്രിയങ്ങളായി വയറിന് താഴെയായും അഭിഷേകം ചെയ്യും. അങ്ങനെ 10 അഭിഷേകമാണ്. ഓരോ സമയത്തും അതിൻ്റേതായ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിനനുസരിച്ച് ധൃതിയിൽ പോകാതെ അതിനോട് ചേർന്ന് നിങ്ങൾ മുദ്രണം ചെയ്യണം. ഓരോരുത്തരും ആദ്യത്തെ മുൻനിരയിൽ അതിനുള്ള പൂർത്തീകരിച്ച് കഴിഞ്ഞ് പിന്നെ ആളുകൾ അവശേഷിക്കുന്നെങ്കിൽ അടുത്ത സെറ്റ് അതേപോലെ തന്നെ പുറകിലേക്കും ആവർത്തിക്കാം. ഈ ശുദ്ധീകരണം നമുക്കെല്ലാവർക്കും നമ്മുടെ കാഴ്ചകളെയും കേൾവികളെയും നമ്മുടെ ജീവിതത്തെയും
പൂർണ്ണമായി വിശുദ്ധീകരിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാതി നോയമ്പിൻ്റെ ഈ ദിവസം അത് അനുഗ്രഹീതമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയെക്കുറിച്ച് പ്രാരംഭമായി പ്രിയപ്പെട്ട നൈനാൻ കെ ജോർജ് അച്ഛൻ ഇപ്പോൾ സംസാരിക്കും. അതിനുശേഷം ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും.